ഇതുവരെ വാസ്തവത്തിൽ ഈ വാർത്ത വരുന്നത് വരെ മിൽമ തന്ന നെയ്യിൽ എന്തെങ്കിലും പോരായ്മയുള്ളതായിട്ടുള്ള ഒരു പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ബോർഡിൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. കഴിഞ്ഞ സീസണിലാണ് ഇത് നടന്നത്. ഇപ്പോൾ ഈ പരാതി വരുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ ഇത് മിൽമയിലെ അന്വേഷണമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഈ വർഷത്തെ അരവണ നിർമ്മാണത്തിനും മറ്റും നമ്മൾ പല സാധനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചല്ലോ, ശർക്കര മറ്റേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആ കൂട്ടത്തിൽ എന്തായാലും നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അത് ഇത് കാരണം കൊണ്ട് എടുത്തതല്ല, ഇപ്പോൾ അത് ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ അവിടെ വന്ന നെയ്യ്, മിൽമ സപ്ലൈ ചെയ്ത നെയ്യിൽ ദോഷമുണ്ടായിരുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ എങ്ങനെ പരിശോധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഫുഡ് സേഫ്റ്റിക്കാരുടെ ലബോറട്ടറിയിൽ സാമ്പിൾ പരിശോധിച്ചിട്ടാണ് മിൽമ തന്നിട്ടുള്ള എല്ലാ നെയ്യും മുകളിൽ കയറ്റിയിട്ടുള്ളത്. അതിലെന്തെങ്കിലും പോരായ്മയുള്ളതായിട്ട് ഇതുവരെ ഒരു പരാതി ഉയർന്നിരുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച് പോയ നെയ്യ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങൾ വാങ്ങുന്നില്ല ഇനിയിപ്പോൾ. അതാണ്. അതെനിക്ക് പറയാൻ പറ്റില്ല, കാരണം സാമ്പിളാണ് പരിശോധിക്കുന്നത്. എൻ്റയർ ക്വാണ്ടിറ്റി പരിശോധിക്കാൻ പറ്റില്ല. ഈ കൊണ്ടുവരുന്ന എല്ലാത്തിൻ്റെയും സാമ്പിൾ പരിശോധിക്കുന്നു, അത് അവരാണ് തീരുമാനിക്കുന്നത്. ഫുഡ് സേഫ്റ്റിയുടെ ലബോറട്ടറി ഉണ്ട് അവിടെ. അവർ പരിശോധിച്ച് ഈ ലോട്ടിൽ നിന്ന് ഇത്ര സാമ്പിൾ എടുക്കുന്നു, ഓക്കെ എന്ന് പറയുന്നു, മുകളിൽ കയറ്റുന്നു. ചിലതൊക്കെ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ തന്നെ കൊണ്ടുവരുന്ന ചുക്ക്, പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യാറുണ്ട്. വലിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ചിലപ്പോൾ. ഞങ്ങളല്ലല്ലോ അതിൻ്റെ ആൾക്കാർ, അവരല്ലേ കോൺട്രാക്റ്റ് കൊടുക്കും. ഇന്നിപ്പോൾ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം മിൽമയുടെ കാര്യത്തിന് ഏതായാലും ഗവൺമെൻറ്റോ മറ്റ് ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന നെയ്യ് മോശമാണെങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യമാണ്. അത് ഉപയോഗിച്ചും പോയല്ലോ. അവിടെ ഇപ്പോൾ നെയ്യ് ബാക്കിയില്ല. ഇനിയിപ്പോൾ ഇത് അരവണയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ വിളക്കെടുക്കാൻ കത്തിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പല കാര്യത്തിനും ഉപയോഗിക്കും അവിടെ. ഇപ്പോൾ അതിനെല്ലാം കുറച്ച് ക്രമീകരണങ്ങൾ വന്നിട്ടുണ്ട്. കാരണം RDA സിസ്റ്റം നെയ്യ് വിറ്റതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ക്രമക്കേട് വന്നതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും ടാങ്കിൻ്റെ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഇപ്പോൾ അവിടെ കുറേ കൂടെ ക്രമീകരണങ്ങൾ വന്നിട്ടുണ്ട്. ബോർഡിന് ഞങ്ങൾക്ക് എന്ത് വീഴ്ച സംഭവിച്ചു എന്നാണ് ഞങ്ങൾ മിൽമ ഏൽപ്പിച്ചു. മിൽമയുടെ ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ ലാബിനെ വെച്ചു. ലാബ് ക്ലിയർ ചെയ്ത് മുകളിൽ കയറി. ഇപ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് മോശമായിരുന്നു എന്നുള്ളത്. ഏതായാലും ഈ വർഷം ഞങ്ങൾ വാങ്ങുന്നില്ല എന്നുള്ളത് ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച് ദൈവഹിതം എന്നേ പറയാനുള്ളൂ. ഭക്തന്മാർ കൊണ്ടുവരുന്ന നെയ്യാണല്ലോ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും എപ്പോഴും ഉപയോഗിക്കേണ്ടതും. അത് ആവശ്യത്തിനുള്ളത് കൊണ്ടാണ് നമ്മൾ RDA സിസ്റ്റം നെയ്യ് വിൽക്കുകയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വാങ്ങേണ്ട കാര്യം വാസ്തവത്തിൽ ഇല്ല. എന്താ എൻ്റെ തോന്നൽ അപ്രസക്തം. ഇതിപ്പോൾ ഞങ്ങളുടെ മാത്രം വിഷയമല്ല, മിൽമയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. മിൽമയുടെ കോൺട്രാക്ടറോ മറ്റോ ആണ് ഇതിനകത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടാവുക. അതിനകത്ത് കൊള്യൂഷൻ ഉണ്ടോ മറ്റു കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ബോർഡ് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഉള്ളിൽ തന്നെ ഇതുമായിട്ട് ഒരു കൊള്യൂഷൻ, ഒത്തുകളി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ വിജിലൻസ് അന്വേഷിക്കട്ടെ. ഇതുവരെ നമ്മളതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. ഇന്ന് ചർച്ച ചെയ്തിട്ട് ബോർഡ് ചർച്ച ചെയ്യട്ടെ ഈ വിഷയം. ഇപ്പോൾ എന്നിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ദൈവഹിതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈശ്വരനാണ് നമ്മളെ കൊണ്ട് ഈ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. വേണ്ട, ബോർഡ് വെളിയിൽ നിന്ന് നെയ്യ് വാങ്ങണ്ട എന്ന് വളരെ കണിശമായിട്ട് നമ്മളങ്ങനെ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ചില പോരായ്മകളെല്ലാം ചിലർ പറയുകയും ചെയ്തു. ചിലപ്പോൾ ഷോർട്ടേജ് വരും, സാരമില്ല എന്നുള്ള മട്ടിലാണ് തീരുമാനം എടുത്തത്. വരില്ല. ആയിരക്കണക്കിന് ആളുകൾ ഭക്തിയോടുകൂടി കൊണ്ടുവരുന്ന നെയ്യെ കൂടുതൽ വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.